ഞാൻ സ്കൂട്ടർ. ആഹാ, കുട്ടപ്പായി കോളടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചുപറി വരെ എവിടെ അവൻ നേടും. ഇല്ലിക്കൽ റപ്പായുടെ മോനല്ലേ? ആ, എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കിയേ, സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാര്, ക്രിസ്ത്യാനികളല്ല കേട്ടോ, വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ. അങ്കോം കണ്ട് താലിയോടിച്ചെന്ന് പറയുന്ന പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതൊക്കെ സാധിച്ച്. ഇതെന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതി മതവും ഒക്കെ ഒന്ന് തന്നെയാ, അല്ലേടാ? അതെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാന പാടി നടന്നവന്മാരൊക്കെ ഇന്ന് മിടുക്കന്മാരായി പോയി. ഞാൻ നിർത്തി. എടോ പഠിക്കരേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നേ? തീർന്നു. എന്നാ ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയില്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാമെന്നാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയാൽ എനിക്ക് മാത്രമല്ല, തനിക്കുണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. പക്ഷേ ആ കലുങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ എന്തോ കേട്ടോടാ രാവുണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റപ്പായിയുടെ മോൻ നേട്ടം. വെള്ളമില്ലെങ്കിൽ ബോർവെല്ലുണ്ടാക്കണോ? അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു, കന്നുകൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്. നമ്മുടെ ഇല്ലിക്കൽ റപ്പായുടെ തന്തേ. പത്രോസിന് 20 അരിയുടെ പഴങ്ങഞ്ഞിയും 2 പച്ചമുളകും കൂടെ കൊടുത്താൽ അവൻ വിട്ടു. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കലായിരുന്നു അങ്ങനെ. എന്താണ് പറഞ്ഞേ? കുട്ടപ്പായോട് കളിച്ച് അടിച്ചോണ്ട് തെപ്പിന്നായിരിക്കും തേണ്ടി. പോടാ. എന്താ കുട്ടപ്പായത്? എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറയുന്നത് കേൾക്ക്. വാടാ. ഇതാരായത്? മാത്തപ്പനോ? മലബാറിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായത് ഞാനാ, കുട്ടപ്പായി. കണക്കുകൊണ്ടതിട്ടുണ്ട്. സന്ധ്യയായാ പിന്നെ ആളും തരവൊന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ടു തിന്നുന്ന തരത്തിലുള്ള മക്കളുണ്ടായാല് എല്ലാം താനെ ഫോക്കസ് ആകുവടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടെന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്ക് പുസ്തകം എല്ലാം ഇങ്ങനെ കൊണ്ടുപോടാ. ഓ, മോളെ, എന്തോ? കുട്ടപ്പായി എന്ത്? ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കണക്ക് നോട്ടോ അമ്മച്ചി. എന്റെ മാതാവേ, ഇന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തറി? 4200 കണ്ടിയുള്ള ഈട്ടിത്തറി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലയ്ക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തടിയല്ലേ? എനിക്കിതാ പിടിക്കാത്തത്. എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ചാ. അത് തന്നെയാടാ കുരുത്തം കെട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിയിൽ അങ്ങനെ ഒരു തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല. അപ്പച്ചാ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേര് കണക്കെഴുതാൻ പോവാ. കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടിയെ 25,500 അതാരാ വന്നിരിക്കുന്ന നോക്കിയേ. രൂപ. എന്താ? കുട്ടപ്പായച്ചാനുണ്ടോ? എന്തിനാ? ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയാ ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ തടി
ആ ഹോസ്റ്റലിലെ പിള്ളേരാ എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ടാ ഹോസ്റ്റലിൽ എന്നാ കുഴപ്പം? എന്നതാടാ ഹോസ്റ്റലില്? അയ്യോ ഒരു കുഴപ്പമില്ല. വാ. കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത്. പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. നീ ഒന്ന് പൊടി കൊടുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അച്ചായന്റെ ഇഷ്ടം. ഓ എന്നിട്ട് ഞങ്ങളുടെ റൂമുകളെല്ലാം തല്ലി പൊളിച്ചു. അവന്മാർ അത്രയ്ക്കായോ? ഞാനിപ്പോ വരാം. ഇതിന്റെ ഒരു കുറവും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വെട്ടും കുത്തും. ഉപദേശമൊന്നും ചോദിച്ചില്ലല്ലോ. വാടാ. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോരോട് കളിക്കാൻ പണിക്കർ വളർന്നിട്ടില്ല. ആണുങ്ങളാരും ഇല്ലടാകത്ത്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താടോ പണിക്കരെ രാത്രി ആളും വടിയും വാളും ഒക്കെ ആയിട്ട്? എവിടെയാവന്മാര്? യവന്മാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായപ്പുറയിലോ കാണും. എനിക്കറിയാം. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കർ ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. ആ കുട്ടപ്പായി, ഈ തറവാടിന്റെ കുളവിന്ന് ഞാൻ തോണ്ടും. ആഹാ, അപ്പൊ കാണണമല്ലോ. ഇടാ അനിലേ, രാജു, അലക്സേ, പാലുണ്ണി, ഇനി വാ. താണ്ടെ കുളം കൊണ്ടാൻ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റബ്ബർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. എടോ പണിക്കരെ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്. അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ്. അടിച്ച് നിരത്തിലടാ ഇവന്മാര്. ഒട്ടുപോയ ചുട്ടുകളെയും പട്ടി കഴിവുള്ള അവന്മാരെ. കുട്ടപ്പായി, അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശുപണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കര ചമ്മുണ്ണ? കൂലിത്തല്ലുകാരെ കയറ്റി വിടറാ. നീ പുറകെ നിന്നാ മതി. അപ്പനപ്പന്മാർ തുടങ്ങി അതാണല്ലോ ശീലം. എടോ പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിച്ചാടാ കളിയാവുകാരുടെ ചുണ്ടൻ വെള്ളം. വേറെപ്പായി, ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻവെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻവെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ടുവന്ന് നല്ല പുത്തൻ ചുണ്ടൻവെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്നെ ജാതിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈറ്റിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കൊണ്ടങ്ങ് വാ, കാണാം. ആ കാണാടോ. പിള്ളേരെ, ഇന്നിന് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. എടാ കുട്ടപ്പായി, നിന്റെ ബാറ്റിൽ നിന്ന് ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നിന്നാടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ. എന്റോടാ? ടോയ് പിസ്റ്റൾ. ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തോളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്?
ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ അവന്മാര് പോയത് കണ്ടോ? പോടാ കൊച്ചു കഴിവാ പോലെ. എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെയാ അപ്പച്ച? അവൾ എന്റെ മോളല്ലേ? ഇത്രയൊക്കെ സംഘർഷം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് നോക്കാം കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരെ മുമ്പിൽ വെച്ച് വള്ളം കളി കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി അതിനില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ, ഞാനും വെല്ലുവിളിച്ചതാ വള്ളംകളിക്ക് കണ്ടോളാന്ന്. പക്ഷെ ചക്രം മുടക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കട്ടില്ലെന്ന് നിനക്ക് അറിയത്തില്ലയോടാ. അന്ന പഞ്ചായത്തച്ഛൻ പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്ക് അതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നും ഇരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5000 6000 മുടക്കാന്നും വെച്ചു. പുത്തൻ ചുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതിയും കളഞ്ഞേര്. അപ്പനെ നമ്പാങ്കൊള്ളുകലെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? കുട്ടപ്പായി, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേ മുതലാളി ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ. സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം എന്ന് പറഞ്ഞാ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കള്ളിയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി 1 മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനിയിപ്പോ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ. എന്താ അപ്പച്ചാ, നമ്മുടെ മോഷണ കേസ് പോലീസ്. എന്ത് കേസ്? എന്റെ കാശ് പോയത് തന്നെ. അല്ല, പക്ഷെ പോലീസ് നായ. എന്നോട് നായ പാർട്ടിയല്ല ഒന്ന് തന്നെയാടാ. ഈ അനത്തിപ്പെട്ടവൻ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് കള്ളനെ പിടിച്ചോ. ഏമാരെ എനിക്ക് കേസില്ല. കുട്ടപ്പായി, അതെ, ഞാൻ അവന്റെ തന്തയാ, എനിക്ക് വരാതില്ല. അപ്പച്ചാ, അല്ല, ഈ പോടാടുന്നു. പോളിക്കുട്ടിയെ, ഒന്നും തോന്നരുത്. ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. ഓ സാരമില്ല. മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. കേസും ബുക്കാറും ഒന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ല. ആ ബ്രൂണിയെ കേട്ട്. എന്നാ അങ്ങനെ ആട്ടെ. ശരി. അപ്പച്ചൻ എന്നാ പണിയായി കാണിച്ചേ? ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നോ പോലീസ് നായയെ കൊണ്ടുവരിച്ചത്. എടാ, നട്ടക്കാട്ട് പാതിരായി കില്ലിക്കരപ്പായുടെ ഓട് പൊളിച്ചകത്ത് കയറി കാശും പണവും കക്കാൻ ഏക്കമുള്ള ഒരു കള്ളനെ ഈ നാട്ടിലുള്ളൂ. അവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതന്നെ അതേ, ഞാൻ അവന്റെ തന്തയായി പോയി. കുട്ടപ്പായി, എന്റെ കുഞ്ഞായത്. എന്നെങ്കിലും എന്റെ ആ തോട്ടത്തിന്റെ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചാൽ താൻ ഈ വള്ളം എനിക്ക് തന്നെ തിരിച്ചു തരണം. കള്ളക്കളി കളിക്കല്ലേ? ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. എനിക്ക് 2 ജോക്കറുണ്ട്. നീയും കൂടെ കൂട്ടി 3.
ജോക്കർ ക്യൂനല്ലേ? അല്ല. ആ, ഞാൻ അടിച്ചു. ഇങ്ങോട്ട് മാറ്റി. ഒരു കുപ്പി കള്ളിങ്ങടാ. കാലിയാ ഷാപ്പിൽ പോയി 2 കുപ്പി വാങ്ങിച്ചോണ്ട് പോവാ പാപ്പി. ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇന്ന് ഷാപ്പിൽ പോയി കള്ളു കുടിച്ചാലോ? ശരിയാ, വല്ലതും തൊട്ടുകൂട്ടി അടിക്കാമല്ലോ. ആ, വാ. ഞാനും വരാം. പാപ്പി എവിടുന്നാ? ദാ വള്ളത്തിന് കാവലാന്നേ. ആ. കൂട്ടിച്ചിരുന്നോണം. ആ, വാ. അവസാനം മേരിക്കുട്ടി പറഞ്ഞു, ഇനി മേലാൽ എന്റെ പിറകെ നടന്ന അടിച്ച് നിന്റെ പല്ലളക്കുന്നു. അത് ന്യായം. ഇതാ നോക്ക്. ഇതാ പണിക്കരുടെ സിൽബന്തി രാവുണ്ണിയും കൂട്ടരുവാ. എന്തോ ദുരുദ്ദേശമുണ്ട്. ശരിയാ. അല്ല രാവുണ്ണി, ഈ പന്തമൊക്കെ ആയിട്ട് എങ്ങോട്ടാ? പാതിരാത്രിക്ക് തവള പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലയോ? അല്ലടാ, ഇല്ലിക്കക്കൊട്ടപ്പായ ഒരു വിറവെള്ളം വാങ്ങിച്ചിട്ടില്ലേ, അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ. ശരി, ഇല്ലിക്ക ചുണ്ടൻ കത്തിക്കാൻ പോവാണോ? ആ വിവരം നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളോട് വരത്തില്ലേ? അത് കൊള്ളാം. വള്ളം കത്തിക്കാനുള്ള പ്ലാൻ ആയിരുന്നെന്നാ തോന്നുന്നു. അച്ചായോ, എന്ത് വന്നാലും പണിക്കരുടെ വീട് കത്തിക്കണം. അതൊന്നും വേണ്ട. ഇന്ന് നമ്മൾ അയാളുടെ വീട് കത്തിക്കും, നാളെ അയാൾ നമ്മുടെ വീട് കത്തിക്കും. എന്റെ അഭിപ്രായത്തില് ഒരു ഭീഷണി നിലനിർത്തുന്നതാണ് നല്ലത്. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പ്രായിക്കരെ അപ്പേ വരുത്താം. ആ, അപ്പുറത്തെ സൈഡിൽ പേര് കേട്ട 2 ചട്ടമ്പിമാരുണ്ടായിരുന്നു. മിന്നൽ പരമവും മലത്ത് കേശവൻ. കേശവന്റെ കൂടെ തെക്കൂന്ന് വന്നവരാ തമിഴ്നാട്ടുകാര്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തും. കുത്തിയാ പിന്നെ കത്തി ഊരിയല. അതാ അവരുടെ നാട്ടിലെ പഴക്കം. അത്ര പെട്ടെന്നൊന്നും അവന്മാര് കുത്തിയ കത്തി ഊരിയെടുക്കാൻ ഒക്കുകയല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാര് കുറെ വിഷമിക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? ആ, അന്ന് ഞാൻ ഒറ്റയ്ക്കാ. അവന്മാര് കാറിൽ നിന്ന് വന്ന് ഇറങ്ങിയതും ഞാൻ 4-5 നമ്പറുകൾ അങ്ങ് കാണിച്ചു. വടിവാള് വീശ്, കമ്പടി ആക്ഷൻ, 8-10 ചുവടുകള്, പിന്നെ കളരിപ്പയറ്റിലെ 3-4 മുറകള്. കേശവൻ ആദ്യം പിടി കിട്ടിയില്ല. പക്ഷെ പരമൂന്ന് കാര്യം മനസ്സിലായി, ഞാൻ തൊഴിൽ പഠിച്ചവരാണെന്ന്. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? അവൻ പാക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പ്ലേയേഴ്സ് എടുത്ത് എന്റെ നേരെ അങ്ങ് നീട്ടിയിട്ട് പറയുക, വലിക്കാശാനെ വലിക്ക്, ആശാൻ നമ്മുടെ ഗുരുവാന്ന്. പിന്നെ 3 ആളും കൂടി ഒരു വിലസി കുറെ കാലം നമ്മൾ ആദ്യമേ കൂടേണ്ടതായിരുന്നു. എനിക്കും കൂറ് ഇവിടെ തന്നെയാ മുതലാളി. പിന്നെ ആദ്യം അവന്മാര് വന്ന് വിളിച്ചു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. പണിക്കരെ ജയിച്ചെന്ന് തോന്നുന്നുണ്ടായിരിക്കൂല്ലയോ? ആ,
ഒരു കൂലിച്ചട്ടമ്പിയുടെ സഹായമില്ലാതെ തനിക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ലായിരിക്കും. പക്ഷെ കുട്ടപ്പായിക്ക് പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും. ദാ, പട്ടി കഴുവളവൻ ഇടാകത്താണ്. ഇടാ. ഭാര്യയും പിള്ളേരെയും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. ഈ വള്ളംകളി കഴിഞ്ഞാൽ നീ നിന്റെ കുടുംബം കാണുമെന്ന് വിചാരിക്കണ്ട. കേട്ടോടാ. എടാ അല്ലേ, ഇത് കുഴയുന്ന ലക്ഷണമാണ്. നമുക്ക് അച്ചാനെ ഒന്ന് ഉപദേശിച്ച് നോക്കിയാലോ? വേണ്ട, ഞങ്ങളില്ല, നീ എന്ന് ഉപദേശിച്ചുണ്ടാ മതി. അച്ചായോ, ഈ പ്രായക്കരയപ്പെ തല്ലിക്കൊല്ലാനാണോ തീരുമാനം? വിരട്ടല്ലോടാ, വെറും വിരട്ട്. മോനെ രാജു, അതിന്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. എത്ര കൊടികെട്ടിയ ചട്ടമ്പിയാണേലും ഒരുത്തൻ ചങ്കൂറ്റത്തോടെ മുമ്പേ വന്ന് നിന്ന് തട്ടിക്കളയോന്ന് പറഞ്ഞാ ഒന്ന് വിരളും. അതാ. പക്ഷേ ഈ കേസിൽ ഒരു ചിന്ന അടി കൊടുത്തിട്ടേ പ്രായക്കരപ്പയെ ഞാൻ ഇവിടെ നിന്ന് വിടൂ. അത് വേറെ കാര്യം. അത് വേണം, അത് വേണം. ശരിയാ, അത് വേണ്ടത് തന്നെയാ, അല്ലേടാ മാലുണ്ണി? പിന്നെ പക്ഷെ അച്ചായോ, രണ്ട് ടീമുകളുടെയും തുഴക്കാരുടെ ഒരു നിലവാരവും വള്ളങ്ങളുടെ ഒരു ക്വാളിറ്റിയും വെച്ച് നോക്കിയാൽ നമ്മൾ ജയിക്കുന്ന പ്രശ്നമില്ല. കടുങ്കൈ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ മേലുപോകുന്ന പണി വല്ലതും ആണോടാ? ആ, ചിലപ്പോ നൊന്നിരിക്കും. അയ്യോ, ആ അച്ചായോ, അച്ചായന് ഇതിലൂടായിരുന്നാ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്ത് മുന്നിലോട്ട് വാ.